ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ കാണിക്കുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിതിൽ ഓഡിയോ കേൾക്കുന്ന ചെറിയൊരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഹൗസ് വൈഫിനെ മാത്രമല്ല കേട്ടോ, വർക്കിംഗ് വുമൻസിനെയും വളരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അവരവരുടെ ഒരു കഷ്ടപ്പാടും വിഷമങ്ങളും അവരുടെ ഹാർഡ് വർക്കും ഒക്കെ ഉണ്ട്. അറ്റ് ലാസ്റ്റ് വർക്കിംഗ് വുമൻ ആണെങ്കിൽ അവർക്കൊരു മാസം കഴിയുമ്പോഴേക്ക് കയ്യിൽ ഒരു ചെറിയ എമൗണ്ടെങ്കിലും കിട്ടും ആ ഒരു ജോലിയുടെ അല്ലേ. പക്ഷേ ചില ഹോം മേക്കേഴ്സ് ഉണ്ട്, അവരെത്ര കഷ്ടപ്പെട്ടാലും ഒരു മാസം ആകുമ്പോഴേക്ക് അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്ത് ജോലി ചെയ്താലും വീട്ടിൽ എന്ത് പണി ചെയ്താലും ഒരു രൂപ കാശ് പോലും അവർക്ക് കിട്ടാറില്ല കേട്ടോ. അതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. നമ്മൾ എത്ര വഴികൊണ്ടാക്കിയിട്ടും നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു മാസം കഴിയുമ്പോഴേക്ക് നമുക്കൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, അത്ര ദിവസം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കയ്യിലൊരു എമൗണ്ട് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പക്ഷേ ഒത്തിരി ഹൗസ് വൈഫിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല. നിങ്ങൾക്ക് അത് സ്വയം ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എത്ര ജോലി ചെയ്തു കഴിഞ്ഞാലും മാസം അവസാനമാകുമ്പോൾ ഒരു രൂപ പോലും കയ്യിൽ കിട്ടാറില്ല. എന്നാൽ അത് കൊള്ളായിരുന്നു എന്ന് ഒരു ചെറിയൊരു മോട്ടിവേഷൻ പോലും ആരും തരാറില്ല. അത് നമുക്കറിയാം, നമുക്കത് സ്വയം അറിയാം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മളെ ആരും ഹാപ്പി ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എല്ലാവരെയും ഹാപ്പി ആക്കണം. അതല്ല ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ. നമ്മുടെ ഈ ഹാർഡ് വർക്ക് ഒരാൾ പോലും തിരിച്ചറിയാറില്ല. ചിലപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. നമ്മളിൽ ഓരോരോ ആൾക്കാർ പല വിധത്തിലുള്ള സ്ട്രെസ്സും കഷ്ടപ്പാടും കൊണ്ട് ജീവിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ റീലിൽ കാണുന്ന പോലെ അല്ലായിരിക്കും എല്ലാവരുടെ ലൈഫ്. റിയൽ ലൈഫ് വേറെയാണ്, റിയൽ ലൈഫ് വേറെയാണ്. ഞാൻ കുറേ റീലൊക്കെ നോക്കുമ്പോൾ താഴെ കമൻസ് കാണാറുണ്ട് കേട്ടോ. ഈ വീഡിയോ ചെയ്യുന്ന അതൊരു ലേഡി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇവർ എപ്പോഴും ഇവരെ ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാൻ പറയുമെന്ന്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ചിലപ്പോൾ നിങ്ങളിൽ ഒത്തിരി പേര് വർക്കിംഗ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും വർക്കിന് പോകുന്നത്. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും വർക്കിൽ പോകുന്നത്. പക്ഷേ ഒത്തിരി ലേഡീസ് ഉണ്ട്, അവർ എത്ര നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് പെർമിഷൻ കിട്ടാറില്ല പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള. അതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും അവർ ചിലപ്പോൾ ഈ ഒരു യൂട്യൂബിനെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ ഒരു ജീവിതമാർഗമായിട്ട് കണ്ടെടുക്കുന്നത്. അവർക്കൊരു ചിന്ത ഉണ്ടാവും, ഞാൻ എങ്ങനെയെങ്കിലും ചിലപ്പോൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഈ രീതിയെങ്കിലും പറഞ്ഞാൽ യൂട്യൂബിൽ നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ പറയുന്നത്, നമുക്ക് പ്രോഡക്റ്റൊക്കെ മേടിച്ചിട്ട് ആ രീതിയിൽ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് സ്വയം ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അവർ യൂട്യൂബിൽ കണ്ടൻറ് ക്രിയേറ്ററായിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൻറ് ക്രിയേറ്ററായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നത് അവർ ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ പറയുന്നെന്ന്. ഇപ്പം നമ്മളിപ്പോൾ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒത്തിരി പേര് ലിങ്ക് ചോദിക്കാറുണ്ട് പ്രോഡക്റ്റ്. നമുക്ക് ആമസോണിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് വേറെ ആപ്പുകൾ. നമ്മളൊരു ആപ്പിൽ പോയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ലിങ്ക് അവിടെ നമ്മൾ ഈ ഒരു വീഡിയോയും അതേപോലെ തന്നെ ലിങ്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ DM-ൽ ആ ഒരു ലിങ്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആമസോണിൽ നിന്ന് പോയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ യൂട്യൂബിൽ. അപ്പോൾ അത് അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഇപ്പം ഞാനും ഈ യൂട്യൂബിൽ വന്ന് അതേ ഒരു റീസൺ തന്നെയാണ്. ഞാൻ BPharmacy ആണ് പഠിച്ചത്. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അതിന് പല റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ്. ഇതിൽ എനിക്ക് ഏർണിംഗ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏർണിങ്സ് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല 2-3 പേജസ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഏർണിംഗ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് എനിക്കൊരു ഇഷ്ടമുണ്ട്, ഇതിനോടൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ ഏർണിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മുടെ റിലേറ്റീവ്സിൽ തന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്കൊന്നും അറിയില്ല ഞാൻ ഈ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്ന് ആർക്കും അറിയില്ല. ഏകദേശം ഒരു 10-11 വർഷത്തോളമായി ഞാൻ ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഏർണിങ്സ് ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. വേറൊരു പേജിലാണെങ്കിൽ ചാനലിലാണെങ്കിൽ എനിക്ക് ഈ ഒരു 11 ഇയേഴ്സിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കിട്ടിയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് തന്നെ അറിയില്ല, ചിലപ്പോൾ ഞാൻ
കോൺസ്റ്റൻ്റ്ലി വീഡിയോ ഷെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും എൻ്റെ വീഡിയോസ് ഒത്തിരി പേരിൽ എത്തുന്നില്ല. അതും ഒരു റീസണാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് നമ്മൾ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ പുറത്ത് പോയി 10 ആൾക്കാരെ കാണുന്ന പോലെയല്ല, നമ്മൾ വീട്ടിലെ എല്ലാം കാര്യം ചെയ്ത് യൂട്യൂബ് ചെയ്ത് നമ്മളെല്ലാം വരുമ്പോഴേക്ക് നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവാറുണ്ട്, ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കാറുണ്ട്. ഇപ്പോൾ അത് കാരണം എനിക്ക് ഹൈപ്പോതൈറോയിഡിസം കിട്ടിയിട്ടുണ്ട്, വെയിറ്റ് നല്ല രീതിയിൽ ഗെയിൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്വയം ഊഹിക്കാം, നമ്മളിൽ ഒത്തിരി പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും എനിക്ക് ഉള്ളിലുണ്ട് ഹെൽത്ത് കാരണം കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ സ്ട്രെസ് ആവാറുണ്ട്, ഡിപ്രസ്ഡ് ആവാറുണ്ട്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാതെ മാറ്റി വയ്ക്കാറുണ്ട്. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടൊക്കെയാണ് ചിലപ്പോൾ വീഡിയോ ഇടുന്നത്. കാരണം മെൻ്റൽ സ്ട്രെസ്സ് അത് വേറെ ഒന്നുമല്ല, നമുക്ക് വീട്ടിൽ പ്രശ്നമൊന്നുമല്ല, പക്ഷേ നമ്മുടെ ഈ ഹെൽത്ത് കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. സോ അത് കാരണം ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരാറില്ല. ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ എൻ്റെ ബോഡി സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോൾ ആരും നമ്മളെ മനസ്സിലാക്കത്തില്ല, അവർ വിചാരിക്കും മടി കാരണം ഇരിക്കുന്നതാണെന്ന്. പക്ഷേ ഹൈപ്പോ തൈറോയിഡ് കാരണം, PCOD, ഫാറ്റി ലിവർ കാരണം നമുക്ക് പല ഹെൽത്ത് മെൻ്റലി നമ്മൾ സപ്പോർട്ട് ചെയ്താലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആവാറില്ല. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 മാസം കൊണ്ട് ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അതാണ് ഈ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. എനിക്കറിയാം എൻ്റെ പോലെയല്ല, എന്നെക്കാട്ടി കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുറേ ലേഡീസ് ഉണ്ടെന്ന്. അപ്പോൾ അവരെയും സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളും സ്വയം ഒന്ന് മോട്ടിവേറ്റ് ആവുക. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവുക. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ഒന്ന് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങൾ മാറും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറണം എന്നില്ല, പക്ഷേ പതുക്കെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഞാനും ഹെൽത്തി ഫുഡാണ് ഇപ്പം 1-2 വർഷം കൊണ്ട് കഴിക്കുന്നത്. അല്ലാതെ തന്നെ ഞങ്ങൾ അങ്ങനെ പുറത്ത് പോയി അങ്ങനെയൊന്നും ഇല്ല, വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു രീതിയുണ്ട്, അതേപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ കഴിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ടൈമിങ്സ് ഒക്കെ ഉണ്ട്, വെള്ളം കുടിക്കണം അതുമുണ്ട്. അപ്പോൾ എല്ലാവരും പറയും വെറുതെ തിന്നുന്നതുകൊണ്ടാണെന്ന്. വെറുതെ തിന്നു കഴിഞ്ഞാൽ മാത്രമല്ല വണ്ണം വയ്ക്കുന്നത്, അതിൻ്റെ പല കാരണങ്ങളും ഉണ്ട്. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കാം, അത് തൊടല്, ഇത് കഴിക്കല്, അങ്ങനെ കഴിക്കല്, ഇങ്ങനെ കഴിക്കലെന്ന്. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ തന്നെ പകുതി മനസ്സിലെ വിഷമം ഇനി കൂടത്തേ ഉള്ളൂ. നമ്മൾ സ്വയം ചിന്തിച്ച് നമുക്കൊരു ചേഞ്ച് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് റീച്ച് ആവത്തുള്ളൂ. വേറെ ഒരാൾ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് നമുക്ക് സ്വയം തോന്നിക്കണം അല്ലേ. അപ്പോൾ എൻ്റെ തിങ്കിങ് അങ്ങനെയാണ് കേട്ടോ. ആരെന്ത് പറഞ്ഞിട്ട് കാര്യമല്ല, നമുക്ക് ആ ഒരു ടാർഗറ്റ് റീച്ച് ആവണമെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് അതിന് വേണ്ടി ചിന്തിക്കാൻ കഴിയാറില്ല, പക്ഷെ നമ്മൾ ആ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടാർഗറ്റ് തീർച്ചയായിട്ട് എത്തും. അപ്പം നിങ്ങളും സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക. താങ്ക് യു.